കേരളമൊട്ടാകെ മോട്ടിവേഷൻ ക്ലാസ് കൊണ്ട് ഓടി നടക്കുന്ന ഒരു മാന്യദേഹം കുടിയന്മാരെ നേരെയാക്കുന്നു, മക്കളെ നേർവഴിക്ക് നയിക്കുന്നു എന്ന് വേണ്ട. കേരളത്തിൽ ആരൊക്കെയാണോ ഈ മാതിരി ദൂഷ്യവശങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നത് അവരെ എല്ലാവരെയും നേരെയാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു മാന്യ വ്യക്തി. അദ്ദേഹം ഒരു പോലീസുകാരനായിരുന്നു കേട്ടോ. അതിൽ നിന്നൊക്കെ മാറി മോട്ടിവേഷൻ ക്ലാസ് കൊണ്ട് തന്നെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഇതുപോലെ എല്ലാവർക്കും മാർഗദർശിയായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ വഴിവഴിച്ചു പോയി. കോഴിക്കോട് മഞ്ചേരിയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു നമ്മുടെ ഫിലിപ്പ്. അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നത് ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊണ്ട്. ആ ഒരു രീതിയിലാണ് ആളുകളെ അദ്ദേഹം പിടിച്ചെടുത്തത്. അങ്ങനെ ഇരിക്കെ ഒരു സുപ്രഭാതത്തിൽ ഒരു മാതാപിതാക്കൾ ഒരു കുട്ടിയെ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തുകയാണ്. കുട്ടിയെ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ആൾ ഒരിത്തിരി പിന്നോക്കമാണ് കാര്യങ്ങൾക്കെല്ലാം. അദ്ദേഹം അതൊന്ന് പറഞ്ഞ് കുട്ടീനെ ഒന്ന് ശരിയാക്കി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ വീട്ടിൽ അദ്ദേഹം, അമ്മ, ഒരു വേലക്കാരി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇവിടെ നിന്നോട്ടെ 2 ദിവസം, ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. അവർ നോക്കുമ്പോൾ അവിടെ ഒരു അമ്മയുണ്ട്, ഒരു വേലക്കാരിയുണ്ട്. ധൈര്യപൂർവ്വം സ്വന്തം മോളെ, 14 വയസ്സുള്ള കുട്ടി, ജനിച്ചിട്ട് 14 വർഷം വരെ ഇവരുടെ കൂടെയായിരുന്നു, ഈ അച്ഛനമ്മമാരുടെ കൂടെയായിരുന്നു. എന്നിട്ട് അവർക്ക് തിരുത്താൻ പറ്റാത്ത കാര്യം, പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. 2 ദിവസം കൊണ്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മോളെ ഇവിടെ ആക്കി അവർ തിരിച്ചു പോയി. ഇദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ഫോൺ കോളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ മാതാപിതാക്കൾ ഇതൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇദ്ദേഹത്തെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വീണ്ടും വിശ്വാസം വന്നു. മോളിലൊരു മാറ്റം ഇതേപോലെ കണ്ടുവല്ലോ. അങ്ങനെ പിന്നെ ധൈര്യമായി, അവിടെ നിന്നോട്ടെ, ശരിയാക്കി തരും. ഒരു ദിവസം ഇദ്ദേഹത്തിന് കാസർഗോഡ് മോട്ടിവേഷൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു, മോള് പോരുന്നു എൻ്റെ കൂടെ? കുട്ടി ഓക്കെ പറയും. അങ്ങനെ ഇവർ രണ്ടാളും കൂടി കാസർഗോഡ് മോട്ടിവേഷൻ ക്ലാസ്സിന് വേണ്ടി പോയി. കുട്ടിയും ക്ലാസ് അറ്റൻഡ് ചെയ്തു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞു. വീട്ടിലേക്ക് പോരാനുള്ള സമയമില്ലാത്തതാണോ ഇല്ലാതാക്കിയതാണോ എന്നറിയില്ല. അവരൊരു ലോഡ്ജിൽ റൂം എടുത്തു. അപ്പോൾ ID കാർഡ് കാണിച്ചത് ഇദ്ദേഹത്തിൻ്റെ പോലീസ് ID കാർഡാണ്. അത് കാണിച്ചു. കൂടെയുള്ളത് ആരാണെന്ന് അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മോളാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണേ, പറയുന്നത് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു റൂമിൽ ഒരു രാത്രി തള്ളി നീക്കി. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പൗരുഷം തലപൊക്കി. അത് എൻ്റെ മോളാണ് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നെങ്കിലും ആ നിമിഷത്തിൽ മോളല്ലാതായി മാറി. വെറും 14 വയസ്സായ ഒരു പെൺകുട്ടി. മാതാപിതാക്കൾ സ്വഭാവം ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് ഏൽപ്പിച്ചതാണ്. ഇതെല്ലാം മറന്നു ഇദ്ദേഹം ആ കുട്ടിയുടെ അടുത്ത് പാടില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്തു. തിരിച്ചു പോന്നു. അപ്പോൾ കുട്ടിയോട് പറഞ്ഞിരുന്നു, ആരോടും പറയരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലതവണ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടാകുകയും ആവർത്തിച്ചർത്ത്. എന്നാൽ ആ കുട്ടീനെ അതോടുകൂടി മാറ്റി നിർത്തുകയൊന്നും ചെയ്തില്ല കേട്ടോ. തുടരെ കുട്ടിക്ക് ഫോൺ ചെയ്യുകയും കുട്ടി വീട്ടിലേക്ക് പോകുന്നതിന് ശേഷം, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല, പൊന്നെ കരടെ എന്നൊക്കെ വിളിച്ചിട്ടുള്ള മെസ്സേജുകളൊക്കെ ഉണ്ട്, വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടി വീട്ടിൽ വന്നതിന് ശേഷം പറയരുത് എന്ന് പറഞ്ഞു വിട്ടെങ്കിലും കുട്ടിയെല്ലാം മാതാപിതാക്കളോട് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം നേരിട്ട് വന്ന് സംസാരിച്ചു, ഫിലിപ്പ് മാമ്പാടൻ. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്, നിങ്ങളിത് പുറത്ത് പറയരുത്, പറഞ്ഞാൽ അറിയാലോ എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ പിന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. ഇത് കേട്ട മാതാപിതാക്കൾക്ക് തോന്നി, നമ്മുടെ മകളൊരു ഇരയായിട്ടും മാറണ്ടല്ലോ, അത് കാരണം ഇത് മിണ്ടാതിരിക്കാം. എന്തെങ്കിലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയി. ഈ മീഡിയക്കാരൊക്കെ മോളെ ഇങ്ങനെ വലിച്ചു കീറുന്നതിന് വിട്ടുകൊടുക്കാതെ മൂടി വയ്ക്കാം, മിണ്ടാതിരിക്കാം. അങ്ങനെ മാതാപിതാക്കളായിട്ട് ഇതാരോടും മിണ്ടാനോ പറയാനോ
പക തീർക്കാനോ ഒന്നും പോയില്ല. കുട്ടി സാധാരണ രീതിയിൽ സ്കൂളിൽ പോയി. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അധ്യാപകർക്ക് വീണ്ടും എന്തോ ഒരു ആശയക്കുഴപ്പം തോന്നി. എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ കൗൺസിലേഴ്സ് ഉണ്ട്. അത് വളരെ ഒരു ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ആ സ്കൂളിലും കൗൺസിലർ ഉണ്ടായിരുന്നു. കുട്ടീനെ കൗൺസിലർ അടുത്താക്കി പറഞ്ഞയച്ചു. സംസാരിച്ചു കൗൺസിലർ. കുട്ടിയെല്ലാം മണിമണിയായിട്ട് പറഞ്ഞു. അങ്ങനെ നേരെ പോലീസിനെ വിളിച്ചു. കാര്യങ്ങളെല്ലാം ഏതാണ്ട് ഒരു തീരുമാനത്തിലായി. അപ്പോൾ ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ശരിയും തെറ്റും സമൂഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരാളാണ്. എന്നിരുന്നാൽ പോലും ആൾ ഒരു മനുഷ്യനാണ്. നമ്മൾ മാതാപിതാക്കൾ വേണം ഇങ്ങനെ കുട്ടികളെ എറിഞ്ഞു കൊടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കാനായിട്ട്. പാവം കുട്ടി അതെന്ത് കഴിച്ചു? അച്ഛനമ്മമാരാണ് അവിടെ കൊണ്ടാക്കിയത്. അപ്പോൾ ഒരു യാത്ര ഈ അധ്യാപകൻ മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്ന സർ നമുക്കിങ്ങനെ പോകാമെന്ന് പറഞ്ഞു. അതിലൊന്നും ഒരു തെറ്റും ആ കുട്ടി കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അതിൻ്റെ ജീവിതം ഇന്ന് എന്തായി? അതുപോലെ തന്നെ മറ്റൊരു കേസാണ് ഈ അടുത്തിടെ നടന്ന മുരാരിയുടെ കേസ്. മുരാരി വെറുതെ അവിടെ അങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ ഒരമ്മ സ്വന്തം മോളെ കൊണ്ടുചെന്നു. കുട്ടിക്കും ഏതാണ്ട് ഇതേ പ്രായം തന്നെയാണ്. കൊണ്ടുചെന്ന് അവിടെ ചെന്നപ്പോൾ അമ്മയും പറഞ്ഞു മുരാരിയും പറഞ്ഞു ഒന്നും പഠിക്കില്ല, അക്ഷരം പഠിക്കില്ല, പുസ്തകം തുറന്നു നോക്കൂല, എന്നാലും ഞാൻ ജയിപ്പിച്ചു വിടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ പറഞ്ഞ് ആ ജയിപ്പിച്ചു വിടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത വഴിക്ക് അദ്ദേഹവും കുട്ടീനെ ഒരു പീഡനത്തിനൊക്കെ വലിച്ചഴച്ചു. നാട്ടുകാർ ഓടിച്ചിട്ടു, പിടിച്ചു, പോലീസായി, കേസായി, കോടതിയായി, ജയിലായി, അങ്ങനെയൊക്കെ. ഇതൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ നമ്മുടെ കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. അതാണ് അതിൻ്റെ വേറൊരു ഭയങ്കരമായ ഒരു എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റാത്തൊരു സത്യം. നമ്മൾ എത്ര സാക്ഷരത നേടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ചില കാര്യങ്ങളിൽ നമ്മളിപ്പോഴും നമ്മുടെ പെൺകുഞ്ഞുങ്ങളൊക്കെ അവരൊക്കെ നമ്മുടെ കൈക്കുള്ളിൽ തന്നെ ഉണ്ടാവണം. നമ്മൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് സ്വന്തം കാലിൽ പ്രാപ്തിയാക്കിയതിന് ശേഷം ഒരാൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഉത്തരവാദിത്വം. ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞാൽ പാമ്പിനെ വിട്ട് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൺകുട്ടികളല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മകളെ സംരക്ഷിക്കാൻ പ്രാപ്തനാണോ, അവൻ എങ്ങനെയുള്ളവനാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് ആ കുട്ടീനെ പിടിച്ച് കൊടുത്താൽ മാത്രമേ നമ്മൾക്കൊന്ന് മര്യാദയ്ക്ക് ശ്വാസം വിടാനായിട്ട് പറ്റുള്ളൂ. അതുവരെ നമ്മൾ നമ്മുടെ നെഞ്ചിൽ തീ കൊണ്ടുവേണം അവളെ എവിടെ ആക്കിയാലും. പരുന്തിൻ്റെ കണ്ണുകൾ പോലെ നമ്മുടെ കുഞ്ഞ് എവിടെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ നാട് അത്രയ്ക്ക് മോശമായിക്കൊണ്ടിരിക്കുക. ഈ അവസ്ഥയിൽ കണ്ണു തുറക്കേണ്ടത് നമ്മൾ പേരൻസ് മാത്രമാണ്. മറ്റൊരാളെ നമുക്കിവിടെ ഒരു പരിധി വരെ കുറ്റം പറയാൻ പറ്റില്ല. കൊണ്ടു കൊടുത്തതാണ്, എന്നാ പീഡിപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഈ 2 കേസിലും മാതാപിതാക്കൾ കൊണ്ടു കൊടുത്തതാണ് അവരുടെ മുന്നിലേക്ക്. ഇനിയും നമുക്കിതൊക്കെ ആവർത്തിക്കാതിരിക്കാം. കണ്ണും കാതും തുറന്നു വേണം നമ്മൾ മുന്നോട്ട് ജീവിക്കാനായിട്ട്, പ്രത്യേകിച്ചും പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ. മറ്റു വീഡിയോയുമായിട്ട് വരാം കേട്ടോ.